ദാമ്പത്യം രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 71. ആഹാ, ഇന്നും ഉറങ്ങിയില്ലായിരുന്നോ? വാതിൽ തുറന്നു കൊടുത്തവളെ കണ്ടതും ആദിക്ക് അമ്പരപ്പായിരുന്നു. അന്നും രാത്രി 12 മണി കഴിഞ്ഞപ്പോഴാണ് അഭിയോടൊപ്പം അവൻ വീട്ടിലേക്ക് കയറി വന്നത്. ആദിയെ പൂർണ്ണമായി അവഗണിച്ചിട്ട് അഭിയെ നോക്കി ചെറുങ്ങനെ ഒരു പുഞ്ചിരി നൽകിയവൾ. ഉറങ്ങിക്കോടായിരുന്നോ ദേവിയെ? ഞങ്ങളുടെ കയ്യിൽ സ്പെയർ കീ ഉണ്ടായിരുന്നല്ലോ. നെക്ടൈ ഒന്ന് ലൂസ് ചെയ്ത് അവൻ പെണ്ണിനെ കരുതലോടെ ശാസിച്ചു. ഉറക്കം വന്നില്ല അഭിയേട്ടാ, അതാ. അവൾ മറുപടി നൽകി. എങ്കിൽ ശരി, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേ. പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ് ദേവികെ. അഭി ഒരു ചിരിയോടെ അവളെയും കടന്ന് മുകളിലേക്കുള്ള പടികൾക്ക് നേരെ നീങ്ങി. എന്താ ടീച്ചറെ, മുഖത്തിനൊരു വാട്ടം? മുൻവാതിൽ കുറ്റിയിട്ടതിന് ശേഷം സ്റ്റെപ്പ് കയറാനായി പോകുന്ന ദേവികയ്ക്ക് പിന്നാലെ ആദിയും കയറി. ദേവിക ഒന്നും മിണ്ടിയില്ല. പക്ഷെ പരിഭവത്താൽ അവളുടെ ചുണ്ടുകൾ കൂർത്തു വന്നിരുന്നു. അവൾക്ക് പിന്നാലെ പടികൾ കയറിയവൻ അത് കണ്ടില്ല എന്ന് മാത്രം. എന്തു പറ്റിയടോ? സ്വന്തം മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് ആദി വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല ആദിയേട്ടാ. ഇത്തവണ അവളിൽ നിന്നും അപ്പോൾ തന്നെ മറുപടി വന്നു. പക്ഷെ പരിഭവത്തോടെ ആയിരുന്നു എന്ന് മാത്രം. അല്ല, എന്നും ഞാൻ കാണുന്ന മുഖമല്ല ഇത്, അതുകൊണ്ട് ചോദിച്ചാ ടീച്ചറെ. കട്ടിലേക്ക് കയറിയിരിക്കുന്നവളെ നോക്കി ടൈയും ബെൽറ്റും ഊരി അഴിച്ചു മാറ്റി ഡ്രസ്സിംഗ് ടേബിളിന് മുകളിലേക്ക് വെച്ചവൻ. എന്നിട്ട് ഷർട്ടിൻ്റെ ബട്ടൺസും എല്ലാം ഊരി മാറ്റാൻ തുടങ്ങി. നിരാശ പൊടിക്കുന്ന മനസ്സോടെ ദേവികയെ ഒരു വട്ടം കൂടി നോക്കിയിട്ട് വാഷ്റൂമിലേക്ക് കയറിയവൻ്റെ മനസ്സപ്പോഴും പെണ്ണിൻ്റെ പിണക്കത്തിന് പിന്നിലുള്ള കാരണം അറിയാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. അപ്പോൾ ശരിക്കും എന്താ പറ്റിയിട്ടുണ്ട്? അമ്മ വഴക്ക് പറഞ്ഞോന്ന് രാവിലെ കുഞ്ഞിപ്പെണ്ണ് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ താൻ ഇത്രയ്ക്കൊന്നും വിചാരിച്ചില്ല. പക്ഷെ മൊത്തത്തിലുള്ള പെണ്ണിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് എവിടെയോ എന്തോ കൊളുത്തിയ ലക്ഷണമുണ്ട്. ഷവറിനടിയിൽ നിൽക്കുമ്പോഴും ആദിയുടെ ചിന്തകൾ ദേവികയെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു. ഇനിയിപ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോകാഞ്ഞിട്ടായിരിക്കുമോ? ചെക്കൻ പൊടുന്നതിനെ ചിന്തിച്ചു. ഏയ്, അതിനുള്ള ചാൻസേ ഇല്ല. രാവിലെ താനും മോളും ക്ഷേത്രത്തിൽ പോയപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് മാത്രമല്ല, അമ്പലത്തിൽ നിന്ന് തിരികെ എത്തിയപ്പോൾ തൊട്ട് താൻ ഓഫീസിലേക്ക് ഇറങ്ങുന്നത് വരെ തന്നെ ചുറ്റിപ്പറ്റിയാണ് പെണ്ണ് നിന്നത് പോലും. അവിടെ ഒരു പിണക്കത്തിൻ്റെയോ പരിഭവത്തിൻ്റെ യാതൊരു ലക്ഷണവും താൻ കണ്ടതേയില്ല. ഇപ്പോൾ ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടാവും. എന്തായിരിക്കും അത്? ചിന്തകൾ കാട് കയറിയതും ഒരു വിധത്തിൽ കുളിച്ച് ഡ്രസ്സ് മാറ്റി അവൻ ധൃതിയിൽ മുറിയിലേക്ക് നടന്നു. അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേ കണ്ടു കുഞ്ഞിപ്പെണ്ണിനപ്പുറത്തായി ഭിത്തിയുടെ ഓരം പിടിച്ച് കിടക്കുന്നവളെ. ഇടത്തെ കൈ മടക്കി കണ്ണിന് മുകളിൽ കുറുകെ വെച്ചിരിക്കുന്നതിനാൽ പെണ്ണ് ഉറങ്ങിയോ ഇല്ലയോ എന്ന് ആദിക്ക് മനസ്സിലായില്ല. അവൻ ആദ്യം ചെന്ന് ബെഡിലേക്ക് കയറിയിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ നെറുകയിൽ ഒരു ഉമ്മ വെച്ചു കൊടുത്തു. അച്ചയുടെ വാവ ഒങ്ങിപ്പോയല്ലോ. തത്തയുടെ നെറുകയിൽ ഒന്ന് തഴുകി വിട്ടുകൊണ്ട് ചെക്കൻ വാത്സല്യത്തോടെ പിറുപിറുത്തു. എന്നിട്ട് അപ്പുറത്തായി കിടന്നുറങ്ങുന്നവളെ ഒന്ന് പാളി നോക്കി. ദേവി. കുഞ്ഞിൻ്റെ നേർക്ക് വശം തിരിഞ്ഞു കിടന്നവൻ മെല്ലെ അവളെ വിളിച്ചു. പെണ്ണവൾ വിളി കേട്ടില്ല. ദേവികെ. അവളുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ലെന്ന് കണ്ടതും ചെക്കൻ വീണ്ടും വിളിച്ചു. അവൾ ആദിയുടെ വിളി കേട്ടില്ല എന്നല്ല, പൊടുന്നനെ തിരിഞ്ഞ് ഭിത്തിയുടെ നേർക്ക് ചെരിഞ്ഞു കിടക്കുകയും ചെയ്തു. അപ്പോൾ നീ ഉറങ്ങിയിട്ടില്ല അല്ലേ? ആദിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. പെണ്ണിൻ്റെ പരിഭവം എന്തിനു വേണ്ടി എന്ന് ആലോചിച്ച് ചെക്കൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഭാവം ഇവക്ക്. ഇപ്പോൾ പേടി കൂടാതെ മിണ്ടുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യെങ്കിലും കൂടാനും പിണങ്ങുവാനും പരിഭവപ്പെടാനുമുള്ള അത്ര സ്വാതന്ത്ര്യം ഇതുവരെയും തന്നോട് പെണ്ണെടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പിണക്കം കാണുമ്പോൾ സന്തോഷിക്കണോ അതോ സ്വയം വേദനിക്കണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം അത്രമേൽ ഇഷ്ടമുള്ളിടത്ത് മാത്രമേ പിണക്കവും പരിഭവങ്ങളും ഒക്കെ മുള പൊട്ടുകയുള്ളല്ലോ. അവൻ കുറുമ്പോടെ വീണ്ടും അവളെ നോക്കി. ടീച്ചറെ. താഴെ തറയിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി കുഞ്ഞിൻ്റെ മറുവശത്തൊരു തലയണ കൊണ്ട് തടവെച്ചുകൊണ്ട് ആദി പൊടുന്നനെ ദേവികയുടെ അടുത്തേക്ക് ചെന്ന് കിടന്നു. എന്താടോ ഇങ്ങനെ? ഇടങ്കയുടെ മുട്ട് ബെഡിലേക്ക് കുത്തി അവളിലേക്ക് പൊടുന്നനെ ചാഞ്ഞു കിടന്നവൻ. ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം കേട്ടോ. തൻ്റെ സാമീപ്യത്തിൽ വിറയ്ക്കുന്ന പെണ്ണിൻ്റെ ശരീരത്തിലേക്ക് ചെക്കൻ്റെ വലം കൈ നീണ്ടു. എന്തിനാടോ ഈ പിണക്കം? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുവോ? അവളുടെ വയറിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ദേഹത്തേക്ക് അവളെ ബലമായി മുട്ടിച്ചു കിടത്തിയവൻ.
ദേവികയിലൊരു പിടച്ചിലുണ്ടായി. എങ്കിലും അവന് നേർക്ക് തിരിഞ്ഞു കിടക്കുവാനോ അവനോടൊന്ന് സംസാരിക്കാനോ പെണ്ണ് കൂട്ടാക്കിയില്ല. എന്തിനാ എൻ്റെ ദേവി ഇങ്ങനെ പിടങ്ങിക്കിടക്കണേ? ഇനി ആദിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവികയെ ചെക്കൻ ബലമായി തൻ്റെ നേർക്ക് പിടിച്ച് തിരിച്ചു കിടത്തി. എന്താടോ? എന്നിട്ടും ആദിയെ നോക്കാതെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പുഴ്ത്തിയവളെ കാണേ ആദിക്ക് ശരിക്കും അപ്പോൾ ചിരിയാണ് വന്നത്. ദേ, ഇങ്ങനെ പിണങ്ങിക്കിടന്നാലേ ഞാൻ വല്ലതും ചെയ്തു പോവേ. എന്നിട്ട് എന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും താൻ മുന്നോട്ടിറങ്ങിയില്ലെങ്കിൽ ഇതൊരു നടക്കി പോവില്ലെന്ന് ആദിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ചെക്കൻ അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പെണ്ണിൻ്റെ കഴുത്തിലേക്ക് പെട്ടെന്ന് മുഖം പൂഴ്ത്തി. ദേവിക ഒന്ന് പിടഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റുവാനായി നോക്കിയെങ്കിലും ചെക്കൻ്റെ കൈക്കരുത്തിന് മുൻപിൽ അവൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയുവാൻ. എന്തിനാ എന്നോടിങ്ങനെ? അവളുടെ മുഖം ബലമായി പിടിച്ചുയർത്തിയിട്ട് നെറുകയുടെ മുകളിൽ ആദ്യ ചുണ്ടുകൾ ചേർത്തു. അവൻ്റെ കൈയുടെ മുകളിൽ പിടുത്തം ഇട്ടുകൊണ്ട് ദേവിക കണ്ണുകൾ ഇറുക്കി അടച്ചങ്ങ് കടന്നു. ഉള്ളിലുള്ള പിണക്കം അതേപോലെ കിടക്കുന്നുണ്ടെങ്കിലും അവനോട് മിണ്ടുവാൻ എന്തോ പോലെ തോന്നി പെണ്ണിന്. പറയ്, എന്തിനാ എന്നോടിങ്ങനെ മിണ്ടാതിരിക്കണേ? നെറുകയിൽ നിന്നും ഇഴഞ്ഞിറങ്ങിയ ചുണ്ടുകൾ പിന്നീട് അവളുടെ വലത്തെ കണ്ണിന് മുകളിലാണ് ചെന്ന് നിന്നത്. ദേവികയുടെ ഹൃദയതാളം വർദ്ധിച്ചു. എങ്കിലും അവനോട് മിണ്ടുവാൻ ഉള്ളിലെ പരിഭവം അപ്പോഴും അവളെ സമ്മതിച്ചില്ല. ഇങ്ങനെയൊന്നും നമ്മൾ തമ്മിൽ വേണ്ടടോ, അതൊന്നും ശരിയാവില്ല എൻ്റെ ടീച്ചറേ. അവൻ്റെ ചൊടികൾ പിന്നീട് ചെന്ന് നിന്നത് പെണ്ണിൻ്റെ ഇടത്തെ കൺപോളകൾക്ക് മുകളിലാണ്. എനിക്കെൻ്റെ ദേവിയോട് പിണങ്ങിയിരിക്കാൻ ഒട്ടും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നോട് മിണ്ടിക്കോ. ദേവികയുടെ മൂക്കിൻ തുമ്പിൽ മുമ്പിൽ അമർന്നിരുന്ന അമതരങ്ങൾ അവളോട് കുറുമ്പ് പറഞ്ഞു. ഇനിയും നീ കാരണം പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഒട്ടും ശരിയാവില്ല ദേവി. അന്ന് കുളപ്പടവുകളിൽ ഇരുന്ന് ഞാൻ നിനക്ക് തന്ന വാക്കങ്ങ് ഞാൻ മറന്നു പോവേ. മൂക്കിൻ തുമ്പിൽ നിന്നും അകന്നു മാറിയ ആദിയുടെ ചുണ്ടുകൾ അതിൻ്റെ സഞ്ചാരപാത തൊട്ട് താഴേക്കാക്കി. അതറിഞ്ഞതും ദേവിക കണ്ണുകൾ മിഴിച്ചു തുറന്നു. പെണ്ണിൻ്റെ മേൽചുണ്ടിന് മുകളിൽ വീർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ഹൃദയതാളം ഉച്ചത്തിലായി. ഇനി അവനിലെ സ്പർശനങ്ങളെ താങ്ങാനാവതില്ലാത്ത വണ്ണം അവളൊന്ന് ഏങ്ങിപ്പോയി. എന്നെ കൂടെ കൊണ്ടുപോയില്ലല്ലോ. പേടിയോടെയാണ് ദേവിക പെട്ടെന്ന് പിറുപിറുത്തത്. അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയത്തോടെ. പക്ഷേ മഹർഷിയുടെ ആദരങ്ങൾ പെണ്ണിൻ്റെ ചുണ്ടുകളുടെ മുകളിലൂടെ അപ്പോഴേക്ക് ഉരസി നീങ്ങിപ്പോയിരുന്നു. പെണ്ണിൻ്റെ ചോദ്യം കാതും കഴിഞ്ഞ് അകത്തേക്ക് തുളച്ചു കയറിയതും ആദി പൊടുന്നനെ തൻ്റെ ചുണ്ടുകളെ അവളിൽ നിന്ന് അടർത്തി മാറ്റി ഒട്ടൊരു സങ്കടത്തോടെ. എന്നിട്ടൊരു നിശ്വാസാകലത്തിലുള്ള ആ കുഞ്ഞു മുഖത്തേക്ക് ഒരു കുറ്റബോധത്തോടെ അവൻ നോട്ടം വായിച്ചു. ആ മുഖത്ത് പരിഭ്രമമാണ്, പരവേശമാണ്, തൻ്റെ ചുണ്ടുകൾ പതിഞ്ഞതിലുള്ള ഒരു വെപ്രാളവും. മൂക്കിൻ കീഴിലായി പൊടിഞ്ഞു വരുന്ന നനുത്ത വിയർപ്പ് തുള്ളികൾ വരെ അത് തനിക്ക് ചൂണ്ടിക്കാട്ടി തരുന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ആദ്യം അപ്പോൾ അമ്പരപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ദേവിയുടെ കണ്ണുകളിലെ കൂർത്ത നോട്ടം, മുഖത്തെ പരവേശത്തെയും വെപ്രാളത്തോടെ ഒക്കെ അടിച്ചൊതുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരിഭവം അവളുടെ കണ്ണുകളിൽ മിന്നി മറയുന്നുണ്ട്. എങ്ങോട്ട്? ഉത്തരം അറിയാമെങ്കിലും അവളുടെ കുറുമ്പ് കാണാൻ അവനിലെ കാമുകൻ അപ്പോൾ കൊതിച്ചുപോയി. അമ്പലത്തിലേക്ക്. തൻ്റെ ദേഹത്തിന് മുകളിലേക്ക് ഭാരം നൽകാതെ, ചാഞ്ഞു കിടക്കുന്നവൻ്റെ കണ്ണിലേക്ക് നോട്ടം നൽകാതെ അവൻ്റെ നെഞ്ചിന് മുകളിലേക്ക് അവൾ മിഴികൾ പായിച്ചു. എന്നിട്ട് രാവിലെ എന്നോടൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. അവനിലും കുറുമ്പായിരുന്നു ആ നേരത്ത്. എന്നെ കൂടെ വിളിച്ചില്ലല്ലോ. മെല്ലെയെങ്കിലും പകരത്തിന് പകരം ചോദിക്കുവാനുള്ള ധൈര്യം ദേവിയേക്ക് എവിടുന്നോ കിട്ടിയിരുന്നു. എന്നിട്ടെന്തേ നീ പറഞ്ഞില്ല എന്നെയും കൂടെ കൂട്ടാൻ? അവളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാത്തതിലുള്ള കുറ്റബോധം പൊടുന്നനെ മനസ്സിലുണ്ടായെങ്കിലും ആദിക്ക് അങ്ങനെ ചോദിക്കുവാനാണ് അപ്പോൾ തോന്നിയത്. അപ്പോൾ പറഞ്ഞില്ല, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ അമ്പലത്തിൽ കൊണ്ടുപോകാതെ ഇരുന്നത് കൊണ്ടല്ല, കുഞ്ഞിപ്പെണ്ണെ കൊണ്ടുപോയി ഓരോന്നും വാങ്ങിക്കൊടുത്ത് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഊട്ടിയത് കൊണ്ടുള്ള പരിഭവമാണ് ഇതെന്ന് പറയുവാൻ അവൾക്ക് എന്തോ നാണക്കേട് പോലെ തോന്നി. അപ്പോഴും പറഞ്ഞില്ല. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടും നീ എന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞില്ല. ആദ്യം അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർത്തി. പക്ഷെ ചെക്കൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതെ അവൾ മറ്റെങ്ങോട്ടേക്കോ നോട്ടം പായിച്ചു. പക്ഷേ അപ്പോഴും നീ എന്നോട് സന്തോഷത്തോടെ വർത്താനം പറഞ്ഞിരുന്നു.
സന്തോഷത്തോടെ എന്നെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. അപ്പോൾ കാണിക്കാത്ത ഈ പരിഭവവും പിണക്കവും ഒക്കെ ഇപ്പോൾ എന്തിനാണ് എൻ്റെ ടീച്ചറെ? ഉള്ളിലുള്ള സംശയത്തെ ഒട്ടൊരു കുറുമ്പോടെ അവതരിപ്പിക്കുമ്പോൾ അവളിലെ ഭാവമാറ്റം കാണാൻ അവനും കൊതിച്ചു പോയിരുന്നു. എനിക്കറിയില്ല. ഉത്തരം പറയാനാവാതെ അവളത് ഒറ്റ വാക്കിലൊതുക്കി. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നീയല്ലേ ഇത്രയും നേരം എന്നോട് പിണങ്ങിക്കിടന്നേ? നീയല്ലേ ഇത്രയും നേരം എൻ്റെ മുഖത്തേക്ക് നോക്കാഞ്ഞേ? നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് ഞാൻ ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ട് പോകാതിരിക്കുന്ന കൊണ്ടാ എന്നോട് മിണ്ടാതിരുന്നേന്ന്? എന്നിട്ടിപ്പം ഒന്നും അറിഞ്ഞൂടാ എന്ന് പറയുന്നോ? അവളുടെ മൂക്കിൻ തുമ്പിൽ സ്വന്തം മൂക്കുകൊണ്ട് അവൾ കഥ എഴുതി. ആദ്യേട്ടാ. ഇനിയും വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യാനാവാതെ ഒരേങ്ങലോടെ അവൾ വിളിച്ചു. എന്തോ? അതേ രീതിയിൽ തന്നെ അവനും വിളി കേട്ടു. എങ്കിലും പെണ്ണിൻ്റെ മൂക്കിൻ തുമ്പിൽ നിന്നും അവൻ തൻ്റെ മൂക്കിനെ അടർത്തി മാറ്റുവാൻ പോയില്ല. മാറ്റിക്കേ. തല അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വെട്ടിച്ച് മാറ്റിയിട്ടും ആദ്യം അടങ്ങുന്നില്ലെന്ന് കണ്ടതും ദേവിക കെഞ്ചി ചോദിച്ചു. മാറ്റില്ല. തൻ്റെ പിണക്കത്തിൻ്റെ കാരണം അറിയാതെ ഞാൻ നിന്നെ വിടില്ല ടീച്ചറെ. അവൻ തൻ്റെ കുറുമ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. കഷ്ടമുണ്ട്. അവൾ തോൽവി സമ്മതിച്ചു. അതും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കഷ്ടമുണ്ട്. ഇനിയെങ്കിലും കാര്യം എന്താണെന്ന് മിസ്സസ് ആദിദേവ് ദയവ് ചെയ്ത് പറഞ്ഞാലും. ചെക്കൻ തൻ്റെ സംസാരത്തിലൊരു നാടകീയത വരുത്തി. എനിക്ക് മസാല ദോശ വാങ്ങി തന്നില്ല, കോഫി വാങ്ങി തന്നില്ല, എന്നെ ഊട്ടിയില്ല. എനിക്കും ഇനി ആദിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ദേവിക്ക് കഴിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ണുകൾ ഇറുക്കി അടച്ച് പിടിച്ചുകൊണ്ടാണ് പെണ്ണവൾ ഒട്ടൊരു പരവേശത്തോടെ ഓരോന്നും പെറുക്കി പെറുക്കി പരാതികൾ പറഞ്ഞതും. പെണ്ണിൻ്റെ പരാതികളിൽ കണ്ണു മിഴിഞ്ഞു പോയവൻ അവളുടെ മുഖത്തേക്ക് ആശ്ചര്യത്തോടെ ഒന്ന് ഉറ്റുനോക്കിപ്പോയി. കാരണം ഇങ്ങനെയുള്ള പരാതിയും പരിഭവവും ഒക്കെ ദേവികയിൽ നിന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം പറയുവാൻ. സന്തോഷത്താൽ ചെക്കൻ്റെ നെഞ്ചകം പൊടുന്നനെ ഉടുക്കുകൊട്ടി തുടങ്ങി. നിൽക്കും. എല്ലാം കേട്ടവൻ്റെ ചുണ്ടിൽ മനസ്സ് നിറഞ്ഞ പുഞ്ചിരി ആയിരുന്നെങ്കിലും അവസാനം അവൾ പാതിയിൽ പറഞ്ഞ് നിർത്തിയ വാക്കിൻ്റെ ബാക്കി എന്തെന്നറിയുവാനുള്ള ആഗ്രഹമായിരുന്നു പിന്നീട് ആദിയിൽ പൊടുന്നനെ കലശലായത്. അതൊന്നുമില്ല. അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് എന്നെ മെല്ലെ പെറുപെറുത്തു. ഒന്നുമില്ല, അതൊന്നും പറഞ്ഞ് വെറുതെ എന്നെ കളിപ്പിക്കണ്ട. അത് പറയാതെ മോളിന്ന് ഉറങ്ങിയില്ല. ആദിയുടെ ശബ്ദം അവളുടെ കാതോരം പതിഞ്ഞതും പെണ്ണിൻ്റെ കണ്ണുകൾ പൊടുന്നനെ ഞെട്ടലോടെ തുറന്നുപോയി. ആദിയേട്ടാ. ചമ്മലോ നാണമോ അതോ അവൻ എന്ത് ചിന്തിക്കുമെന്നുള്ളൊരു കുഞ്ഞു പേടിയോ പേരറിയാത്ത ഒരു വിഹാരം അവളെ അപ്പോൾ വന്നു പൊതിഞ്ഞു. വേഗം പറഞ്ഞോ. ഇത് കേട്ടിട്ട് വേണം എനിക്കൊന്ന് കിടക്കാൻ. നല്ല ഉറക്കം വരുന്നുണ്ട് ടീച്ചറെ. ഇല്ലാത്ത ഉറക്കക്ഷീണത്തെ ആദ്യ നൊടിയിടയിൽ മുഖത്തെടുത്തണിഞ്ഞു. എന്നെ വഴക്കു പറയോ? അവൻ്റെ ഉറക്കം തൂങ്ങിയ കണ്ണുകൾ കണ്ടതും പെണ്ണിന് പാവം തോന്നിപ്പോയി. ഇല്ല. ചെക്കനിൽ വീണ്ടും സന്തോഷം ഇരച്ചു കയറി. എന്നെ കളിയാക്കുവോ? അവൾ നാവിൻ തുമ്പിൽ സ്വയം കടിച്ചു. ഇല്ലെന്നേ. കുറുമ്പൊളിപ്പിച്ചവൻ കണ്ണിമ ചിമ്മിക്കാട്ടി. സത്യമായിട്ടും? അവൾ ഒരു വട്ടം കൂടി ചോദിച്ചു. സത്യണ്ടീ. ആദ്യം ഉറപ്പ് നൽകി. അതില്ലേ? അതുണ്ടല്ലോ. പറയാൻ തുനിഞ്ഞവൾക്ക് വീണ്ടും നാണം വന്നു. എങ്കിലും ആദിയുടെ ഗൗരവത്തോടെയുള്ളൊരു നോട്ടത്തിൽ ദേവിക വീണ്ടും പറഞ്ഞു തുടങ്ങി. ഇല്ല, ഞാൻ പറയാം. ദേഷ്യപ്പെടല്ലേ. അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് പെണ്ണ് ദയനീയമായി അവനെ നോക്കി. പക്ഷേ ആദ്യ തൻ്റെ മറുപടി ഒരു മൂളലിൽ ഒതുക്കുകയാണ് ചെയ്തത്. ദോശ വാങ്ങിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി വാരിക്കൊടുത്തെന്ന് തത്തമ്മോള് വന്ന് പറഞ്ഞു. ആദ്യേട്ടൻ അവളോട് കുറേ ഇഷ്ടമുണ്ടായിട്ടാണ് വാരിക്കൊടുത്തേന്ന്. എന്നിട്ട് ഉടുപ്പി കോഫിയും ചൂടാറിച്ച് കുടിപ്പിച്ചെന്ന്. എനിക്ക് ഭയങ്കര കൊതിയാ കോഫി. അവൾ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ് കൊതിപ്പിച്ചപ്പോൾ എനിക്ക് ആദ്യേട്ടനോട് ദേഷ്യം തോന്നിയതാ. അത്രയും പറഞ്ഞിട്ട് അവൻ്റെ മുഖത്തേക്ക് പെണ്ണൊന്ന് നോക്കി. ഭാഗ്യത്തിന് അവിടെ ഗൗരവമില്ല. ശ്രദ്ധയോടെ ഒരു കുഞ്ഞി ചിരിയോടെ താൻ പറയുന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ ദേവിയ്ക്കൊരു ആശ്വാസം തോന്നി. അതുകൊണ്ട് തന്നെ അവൾ ബാക്കി കൂടെ മെല്ലെ തുടർന്നു. ആദ്യേട്ടൻ എന്നെയും കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് വാക്ക് തന്നല്ലേ. എന്നിട്ട് എന്നെ കൂടെ കൂട്ടിയില്ലല്ലോ. എന്നെ കൂടെ വെളുപ്പിനെ എഴുന്നേൽപ്പിക്കായിരുന്നില്ലേ? എങ്കിൽ ഞാൻ കൂടെ നിങ്ങളുടെ കൂടെ വരില്ലായിരുന്നോ? മോളെ മാത്രം കൂടെ കൂട്ടി. ഞാനപ്പോൾ വിചാരിച്ചു.
ബാക്കി പറയണോ വേണ്ടയോ എന്നറിയുവാൻ വേണ്ടി ദേവിക വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോട്ടം എറിഞ്ഞു. ഞാനപ്പോൾ വിചാരിച്ചു, ആദ്യം അപ്പോഴേക്കും ആ ചോദ്യം എടുത്ത് ചോദിച്ചിരുന്നു. അത് പിന്നെ ഞാനപ്പോൾ വിചാരിച്ചു ആദ്യം എന്നോട് മാത്രം ഇഷ്ടമല്ലെന്ന്, മോളോട് മാത്രമേ ഉള്ളൂ എന്ന്. മോൾക്ക് വേണ്ടിയാ എന്നെ കല്യാണം കഴിച്ചേന്ന്. ഇല്ലായിരുന്നേ എന്നെയും കൂടി. ആദ്യം ഇത്തിരി ചമ്മലോടെയാണ് പറയാൻ തുടങ്ങിയെങ്കിലും ഒടുക്കമായപ്പോഴേക്കും പെണ്ണിൻ്റെ തൊണ്ട ഇടറിയിരുന്നു, കണ്ണ് നിറഞ്ഞിരുന്നു. ദേവി, അത്രയും നേരം അവളുടെ ഓരോ വാക്കുകളും കുറുമ്പോടെ കേട്ടിരുന്നവൻ്റെ ചങ്ക് അവസാനമായപ്പോഴേക്കും പെടഞ്ഞു പോയിരുന്നു. സോറി, ഞാനറിയാതെയാ. വഴക്ക് പറയല്ലേ ആദ്യേട്ടാ. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വിങ്ങുന്നവളെ ആദ്യ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് അവനിലേക്ക് അമർത്തി വെച്ചു. അറിയാതെ പോലും ഇനിയൊരു സങ്കടം അവൾക്ക് കൊടുക്കില്ലെന്ന് ഉള്ളിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട്.